ഹായ് ഹലോ ഫാമിലി ടേൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി, നമ്മുടെ വീട്ടിൽ മിക്കവാറും പൊറോട്ട ബാക്കി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന പൊറോട്ട നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ 2 പൊറോട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം അത് ചെറിയ പീസാക്കി അതൊന്ന് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക, അതും ഇട്ട് കൊടുക്കുക. ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് നമ്മളതൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഈ ഒരു ഉള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, ഇതെല്ലാം കുറേശ്ശെ ഇട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂണോളം ഇട്ടാൽ മതി. പിന്നെ മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. പിന്നെ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളം ആ ഒരു അരപ്പോ കയ്യിലേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് അടച്ച ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ആ ഒരു പൊടികളും അല്ലെങ്കിൽ ആ ഉള്ളിയൊക്കെ അതിലേക്കൊന്ന് സെറ്റാവും. അപ്പോഴേക്കും നമ്മുടെ ന്യൂ പൊറോട്ട റെഡി ആയിട്ടുണ്ടാവും.